ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവൽ പായസമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. 1/4 കിലോ അവലാണ്, അത് കുതിർത്ത് വെച്ചിരിക്കുന്നു. ചവ്വരി എടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ ബൗൾ. പാൽ 1 ലിറ്റർ ഉണ്ട്, അത് കാച്ചി വെച്ചിരിക്കുന്നതാണ്. ശർക്കര പാനിയാക്കിയതാണ്, അത് 1 കിലോ ഉണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കാഷ്യൂനട്ട്, കിസ്മിസ്, തേങ്ങ ചെറിയ രീതിയിൽ അരിഞ്ഞത്, 3 ചെറിയ പഴം, അതും ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. ജീരകപ്പൊടി, ഏലക്ക. നമ്മൾക്കിതിലേക്ക് ഒരു ചരുവം വെച്ച് കൊടുക്കാം. ചരുവം ചൂടാകുമ്പോൾ നമുക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ അവലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അവളുടെ കൂടെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന സാബുദാന കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പാൽ കുറച്ച് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ നമ്മുടെ അവലും സാബുദാനയും, അതായത് ചവ്വരിയും വെന്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ പഴം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ 3 പഴമാണ്. അങ്ങനെ 1 കിലോ ശർക്കരയാണ് ഒരുക്കി വെച്ചത്. 3/4 കിലോയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ 1/4 കിലോ അവലിന് 3/4 കിലോ ശർക്കര വേണം. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് താഴ്ത്ത് വയ്ക്കാം. ഇനി ഒരു ചട്ടി വയ്ക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കാജും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കാജുവും കിസ്മിസും പായസത്തിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.